ഈ സ്ഥലവേ ആ ഇയോ നദി എന്ന് പറഞ്ഞൊരു നദി ഒഴുകിയ സ്ഥലവാ. ഇതോ? നൂറ്റാണ്ടുകൾക്ക് മുന്നേ. ആ, ഇത് പ്രകൃതിയുടെ നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല. ഇതുണ്ടോ ഈ നദി ഒഴുകി പോയ സ്ഥലത്തും കൂടെ കുറേ ഇങ്ങനെ ഈ കേവ്സ് ഒക്കെ ആയിട്ടുണ്ട്. ആ കേവ്സിൽ ഒരു കേവ്സ് നമുക്ക് കാണാൻ പോകാം ഇപ്പോൾ. ഓക്കെ, കാണിച്ചു കൊടുക്കാം അല്ലേ? ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു അടിപൊളി കാഴ്ചയിലേക്കാണ്. യു കെയിലെ ചെഡാർ വില്ലേജിലുള്ള ചെഡാർ ഗോർജ് എന്ന് പറയുന്ന ഒരു മഹാവിസ്മയ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മൾ ചെഡാർ ഗോർജിലോട്ടുള്ള വഴിയാണിത്. ഇത് ചെഡാർ വില്ലേജാണ്. ശരിക്കുമുള്ളൊരു പഴയ ഒരു ഓൾഡ് വില്ലേജാണ് ചെഡാർ വില്ലേജ്. നല്ലപോലെ ഇടുങ്ങിയ സ്ഥലമാണ്. വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് യാത്രകൾക്ക് ശേഷം യു കെയിലെ വെയിൽസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ കാഴ്ചയിലേക്കാണ് ഇന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈംസ്റ്റോൺ ഗോർജാണ് ഈ ചെഡാർ ഗോർജ് എന്ന് പറയപ്പെടുന്നത്. ടിക്കറ്റ് നിരക്ക് £18 ചൈൽഡിനും £25 അഡൾട്ടിനുമാണ്. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു വയർലെസ് സെറ്റ് തരും. അപ്പോൾ അത് ആ വൈഫൈ സെറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു ഗൈഡ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് ആ വയർലെസ്സിൽ കൂടെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്കെൽറ്റൻ 1903 ഇവിടെ നിന്ന് കണ്ടെടുത്തതാണ്. ബ്രിട്ടനിലെ തന്നെ ഓൾഡസ്റ്റ് മാൻ എന്നറിയപ്പെടുന്ന ചെഡാർ മാൻ്റെ സ്കെൽറ്റനാണിത്. ഏകദേശം 10,000 വർഷം പഴക്കമുണ്ട് ഈ സ്കെൽറ്റന്. ഇത് DNA ടെസ്റ്റ് വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ പിന്നെയും ഈ കേവിൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേവിൻ്റെ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഇതിൻ്റെ അകത്തെ ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വളരെ വലിയൊരു അത്ഭുതമാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ കേവിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും 11 ഡിഗ്രി ആയിരിക്കും. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ 30 ഡിഗ്രി 32 ഡിഗ്രി ആയിരുന്നു പുറത്തെ ടെമ്പറേച്ചർ. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. 11 ഡിഗ്രിയാണ് എപ്പോഴും ആ കേവിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഏത് സമയത്തും. ഈ കേവ്സ് പല തട്ടുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അവർ സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നടക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ലൈറ്റിങ്സും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ആ ഫ്ലോർ എപ്പോഴും വെറ്റായിരിക്കും, കാരണം വെള്ളം എപ്പോഴും ആ കേവിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലോർ കാണുമ്പോൾ അറിയാം, ഫ്ലോർ എപ്പോഴും വെറ്റായിട്ടുള്ള ഫ്ലോറാണ്. ഈ കാണുന്നതൊക്കെ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് മൈനിങ് ഒക്കെ ചെയ്തതിൻ്റെയൊക്കെ ചില അടയാളങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഗവേഷണങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ ഇവിടെ ഇതിനുള്ളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചില മൈനിങ് ഒക്കെ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മളെ കണ്ണിന് തന്നെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ പിന്നീട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് മഴവെള്ളവുമായിട്ട് കൂടിക്കലർന്ന് ഈ ഗുഹയ്ക്കുള്ളിലൂടെ ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് ഇത് കാൽസ്യം കാർബണേറ്റുമായിട്ട് മിക്സ് ആവും. കൂടാതെ ഈ ഗുഹയ്ക്കുള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 11 ഡിഗ്രിയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ തണുത്തുറഞ്ഞിട്ട് ഈ ഒരു മെഴുക് പോലുള്ളൊരു ദ്രാവകം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ദ്രാവകം കാണപ്പെടുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇപ്പോഴും ഈ ഗുഹയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷഡാർ ഗോജിലെ കാഴ്ചകളാണ് നിങ്ങളോട് പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടമായ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള അടിപൊളി ഒരുപാട് വീഡിയോസായിട്ട് ഇനിയും വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.